ഇന്ന് ഈ മാസം ഫോൺ മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് മാത്രം മേടിക്കുക. കാരണം അടുത്ത മാസം സിസ്റ്റം പോലെ കിടിലൻ ഫോണുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് അറിയാതെ നിങ്ങളിപ്പോൾ ഫോൺ മേടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിൽ ഒന്നാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ ഫോണാണ് വിവോന്റെ T5 എന്ന് പറഞ്ഞാൽ. ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ 6.67 ഇഞ്ചിന്റെ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ആംബോലെഡ് ഡിസ്പ്ലേ ആണ്. 200 എംബിന്റെ മെയിൻ ക്യാമറയും 2 എംബിന്റെ ഡെപ്ത് സെൻസറും 32 എംബിന്റെ ഫ്രണ്ട് ക്യാമറയാണ് ഈ സാധനത്തിൽ വരാൻ പോകുന്നത്. പ്രൊസസറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഡയമണ്ട്സിറ്റിന്റെ 1400 ആയിരിക്കും. 1000 എംഎച്ചിന്റെ ബാറ്ററിയും 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഈ സാധനത്തിൽ കിട്ടുന്നതായിരിക്കും. ഇതിന്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്ന 25,000 രൂപയാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ പ്രൈസ് റേഞ്ചിൽ വരികയാണെങ്കിൽ നല്ലൊരു ഫോൺ തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഇതിന്റെ ലോഞ്ച് വരാൻ പോകുന്ന സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് വീക്ക് ഓഫ് ഏപ്രിലായിരിക്കും. അടുത്താണ് OnePlusന്റെ Note 6 എന്ന് പറയുന്നത്. ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ 6.678 ഇഞ്ചിന്റെ 165 റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു AMOLED ഡിസ്പ്ലേ ആണ്. 50 എംബിന്റെ മെയിൻ ക്യാമറയും 8 എംബിന്റെ അൾട്രാ വൈഡും 32 എംബിന്റെ ഫ്രണ്ട് ക്യാമറയാണ് ഈ സാധനത്തിൽ വരാൻ പോകുന്നത്. അതേപോലെ തന്നെ പ്രൊസസറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗന്റെ 8s Gen 4 പ്രൊസസർ ആയിരിക്കും. 9000 എംഎച്ചിന്റെ ബാറ്ററിയും 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഈ സാധനത്തിൽ കിട്ടുന്നതായിരിക്കും. ഇതിന്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് 40,000 രൂപയ്ക്ക് താഴെയാണ്. ആ പ്രൈസ് റേഞ്ചിൽ ആണ് എങ്കിൽ പോലും ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലാത്ത വേറെ ഫോൺ തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഇതിന്റെ ലോഞ്ച് വരാൻ പോകുന്നത് ഫസ്റ്റ് വീക്ക് ഓഫ് ഏപ്രിലാണ്. ആ ഡേറ്റ് ഓൾമോസ്റ്റ് കൺഫേംഡ് ഡേറ്റും കൂടിയാണ്. അടുത്താണ് iQന്റെ C11 എന്ന് പറഞ്ഞത്. ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ 6.83 ഇഞ്ചിന്റെ 165 ഹെർട്സ് റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന AMOLED ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ 50 എംബിന്റെ മെയിൻ ക്യാമറയും 2 എംബിന്റെ ഡെപ്ത് സെൻസറും 16 എംബിന്റെ ഫ്രണ്ട് ക്യാമറ ആയിരിക്കും ഈ സാധനത്തിൽ വരാൻ പോകുന്നത്. പ്രൊസസറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഡയമണ്ട്സിറ്റിന്റെ 8500 ആയിരിക്കും. അതുപോലെ തന്നെ 9020 എംഎച്ചിന്റെ ബാറ്ററിയും 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഈ സാധനത്തിൽ കിട്ടുന്നതായിരിക്കും. ഇതിന്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 40,000 രൂപയ്ക്ക് താഴെ തന്നെയാണ്. കുഴപ്പമില്ലാത്തൊരു സ്പെക്കാണ് ആ പ്രൈസ് റേഞ്ചിൽ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ലോഞ്ചിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് വീക്ക് ഓഫ് ഏപ്രിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അടുത്താണ് OnePlusന്റെ Note CE6 എന്ന് പറയുന്നത്. ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ 50 എംബിന്റെ മെയിൻ ക്യാമറയും 8 എംബിന്റെ അൾട്രാ വൈഡും 16 എംബിന്റെ ഫ്രണ്ട് ക്യാമറയാണ് ഈ സാധനത്തിൽ വരാൻ പോകുന്നത്. സ്നാപ്ഡ്രാഗന്റെ 7s Gen 4 പ്രൊസസറും 9000 എംഎച്ചിന്റെ ബാറ്ററിയാണ് ഈ സാധനത്തിൽ വരാൻ പോകുന്നത്. ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻ ആയ ഡിസ്പ്ലേ ചാർജിംഗ് സ്പീഡ് എത്രയെന്നുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇതിന്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്ന 25,000 രൂപയ്ക്ക് താഴെയാണ്. ആ പ്രൈസ് റേഞ്ചിൽ വരുവാണെങ്കിൽ ഇതൊരു ഗ്രേറ്റ് ഡീൽ തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ ലോഞ്ച് ഡേറ്റ് വരാൻ പോകുന്നത് ലാസ്റ്റ് വീക്ക് ഓഫ് ഏപ്രിലാണ്. അത് കൺഫേംഡ് ഡേറ്റ് അല്ല, മിക്കവാറും വരും എന്നുള്ള ഊഹം മാത്രമാണ്. അടുത്താണ് Realme 16 എന്ന് പറയുന്നത്. ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ 6.57 ഇഞ്ചിന്റെ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന AMOLED ഡിസ്പ്ലേ ആണ്. 50 എംബിന്റെ മെയിൻ ക്യാമറയും 2 എംബിന്റെ ഡെപ്ത് സെൻസറും അതുപോലെ 50 എംബിന്റെ ഫ്രണ്ട് ക്യാമറയാണ് ഈ സാധനത്തിൽ വരാൻ പോകുന്നത്. പ്രൊസസറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഡയമണ്ട്സിറ്റിന്റെ 6400 മാക്സ് എന്ന് പറഞ്ഞ പ്രൊസസർ ആയിരിക്കും. 7 എംഎച്ചിന്റെ ബാറ്ററിയും 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്ന സാധനത്തിൽ കിട്ടുന്നതായിരിക്കും. ഇതിന്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 20,000 രൂപയ്ക്ക് താഴെയാണ്. ആ റേഞ്ചിൽ വരുവാണെങ്കിൽ നല്ലൊരു ഫോൺ തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഇതിന്റെ ലോഞ്ച് എക്സ്പെക്ട് ചെയ്യുന്നത് ഫസ്റ്റ് വീക്ക് ഓഫ് ഏപ്രിലാണ്. അടുത്താണ് Realme 16 എന്ന് പറയുന്നത്. ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ 6.57 ഇഞ്ചിന്റെ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന AMOLED ഡിസ്പ്ലേ ആണ്. 50 എംബിന്റെ ഡുവൽ ട്രയൽ ക്യാമറയും 50 എംബിന്റെ ഫ്രണ്ട് ക്യാമറയാണ് ഈ സാധനത്തിൽ വരാൻ പോകുന്നത്. ഡയമണ്ട്സിറ്റിന്റെ 6400 ടർബോ എന്ന് പറഞ്ഞ പ്രൊസസർ ആയിരിക്കും ഇതിൽ വരുന്നത്. 7 എംഎച്ചിന്റെ ബാറ്ററിയും 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്ന സാധനത്തിൽ കിട്ടുന്നതായിരിക്കും. ഇതിന്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് under 25K ആണ്. ആ പ്രൈസെങ്കിൽ ഇത് നല്ല സാധനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം Realme 16 20,000 താഴെ കൊടുക്കുമ്പോൾ ഇത് 25,000 താഴെ കൊടുക്കുന്ന അത്ര വലിയ ഡീലായിട്ട് എനിക്ക് തോന്നുന്നില്ല. സെയിം സ്പെക്ക് ആണ് രണ്ടുമായിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു വാല്യൂ ഫോർ മണി ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ പോലും കുഴപ്പമില്ലാത്തൊരു ഫോണെന്ന് മാത്രമേ പറയാൻ സാധിക്കും. ഇതിന്റെ ലോഞ്ച് എക്സ്പെക്ട് ചെയ്യുന്നത് ലാസ്റ്റ് വീക്ക് ഓഫ് ഏപ്രിലാണ്. അടുത്താണ് Motorolaന്റെ Edge 70 Pro എന്ന് പറയുന്നത്. ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ 6.7 ഇഞ്ചിന്റെ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന AMOLED ഡിസ്പ്ലേ ആണ്. 50 എംബിന്റെ ട്രിപ്പിൾ റയർ ക്യാമറയും 50 എംബിന്റെ ഫ്രണ്ട് ക്യാമറയും ഡയമണ്ട്സിറ്റിന്റെ 8450 പ്രൊസസർ ആയിരിക്കും വരാൻ പോകുന്നത്. 6500 എംഎച്ചിന്റെ ബാറ്ററിയും 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്ന സാധനത്തിൽ കിട്ടുന്നതായിരിക്കും. ഇതിന്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് 40,000 രൂപയ്ക്ക് താഴെയാണ്. ആ പ്രൈസ് റേഞ്ചിൽ വരുന്ന നല്ലൊരു ഫോൺ തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഇതിന്റെ ലോഞ്ച് എക്സ്പെക്ട് ചെയ്യുന്നത് ലാസ്റ്റ് വീക്ക് ഓഫ് ഏപ്രിൽ അല്ലെങ്കിൽ ഫസ്റ്റ് വീക്ക് ഓഫ് മെയ് ആണ്. അടുത്താണ് OnePlusന്റെ 50T എന്ന് പറയുന്നത്. ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ 6.32 ഇഞ്ചിന്റെ 165 ഹെർട്സ് റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന AMOLED ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ 50 എംബിന്റെ മെയിൻ ക്യാമറയും 50 എംബിന്റെ ടെലിഫോട്ടോയും 32 എംബിന്റെ ഫ്രണ്ട് ക്യാമറ ആയിരിക്കും ഈ സാധനത്തിൽ വരാൻ പോകുന്നത്. പ്രൊസസറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗന്റെ 8 Gen 5 പ്രൊസസർ ആയിരിക്കും. 1500 എംഎച്ചിന്റെ ബാറ്ററിയും 100 വാട്ടിന്റെ വയർഡ് ചാർജിങ്ങും 50 വാട്ടിന്റെ വയർലെസ് ചാർജിങ് ഈ സാധനത്തിൽ കിട്ടുന്നതായിരിക്കും. ഇതിന്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് under 50K ആണ്. പക്ഷേ ഇത്രയൊരു സ്പെക്ക് വെച്ചിട്ട് ആ പ്രൈസ് റേഞ്ചിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ മിക്കവാറും under 60K ആവാനാണ് സാധ്യത കൂടുതലെന്ന് പറയുന്നത്. ഇതിന്റെ ലോഞ്ച് എക്സ്പെക്ട് ചെയ്യുന്നത് ലാസ്റ്റ് വീക്ക് ഓഫ് ഏപ്രിൽ അല്ലെങ്കിൽ ഫസ്റ്റ് വീക്ക് ഓഫ് മെയ് ആണ്. അടുത്തെന്ന് പറയുന്നത് Motorolaന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഫോർട്ടബിൾ ഫോണാണ് Moto Razr 70 എന്ന് പറയുന്നത്. ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ നിങ്ങളിത് 100 പിടിക്കുകയാണെങ്കിൽ 6.9 ഇഞ്ചിന്റെ OLED ഡിസ്പ്ലേ ആയിരിക്കും. ഇനി ഇതിലെ മടക്കെയാണ് പിടിക്കുന്നതെങ്കിൽ 3.63 ഇഞ്ചിന്റെ ഒരു OLED ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. 50 എംബിന്റെ മെയിൻ ക്യാമറയും 50 എംബിന്റെ ടെലിഫോട്ടോയും 32 എംബിന്റെ ഫ്രണ്ട് ക്യാമറ ആക്കി ഇത് കിട്ടാൻ പോകുന്നത്. പ്രൊസസറിന്റെ കാര്യമൊന്നും ഇതുവരെ ഡീറ്റെയിൽസ് വന്നിട്ടില്ല. 4500 എംഎച്ചിന്റെ ബാറ്ററിയും 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് കിട്ടുമെന്ന് കേൾക്കുന്നുണ്ട്. ഇതിന്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് under 50K ആണ്. ആ പ്രൈസ് റേഞ്ചിൽ കിട്ടുവാണെങ്കിൽ ഇതൊരു നല്ല ഫോൾഡബിൾ ഡിവൈസ് തന്നെയാണ്. ഇതിന്റെ ലോഞ്ച് വരാൻ പോകുന്നത് ഏപ്രിലിൽ ഗ്ലോബൽ ലോഞ്ച് ആണ്. ആ ഗ്ലോബൽ ഇന്ത്യയും പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി അഥവാ പെട്ടില്ലെങ്കിൽ മിക്കവാറും മെയിലൊക്കെ ആയിരിക്കും ഇന്ത്യയിൽ ലോഞ്ച് ഉണ്ടാവാൻ പോകുന്നത്. അടുത്താണ് വിവോന്റെ V70 FE എന്ന് പറയുന്നത്. ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ 6.83 ഇഞ്ചിന്റെ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന AMOLED ഡിസ്പ്ലേ ആണ്. 200 എംബിന്റെ മെയിൻ ക്യാമറയും 8 എംബിന്റെ അൾട്രാ വൈഡും 32 എംബിന്റെ ഫ്രണ്ട് ക്യാമറ ആയിരിക്കും ഈ സാധനത്തിൽ വരാൻ പോകുന്നത്. പ്രൊസസറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഡയമണ്ട്സിറ്റിന്റെ 7360 ടർബോ എന്ന് പറഞ്ഞ പുതിയ പ്രൊസസറാണ് ഈ സാധനത്തിൽ വരാൻ പോകുന്നത്. ബാറ്ററിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 1000 എംഎച്ചിന്റെ ബാറ്ററിയും 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഈ സാധനത്തിൽ കിട്ടുന്നതായിരിക്കും. ഇതിന്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് 40,000 രൂപയ്ക്കാണ്. ആ പ്രൈസ് റേഞ്ചിൽ കുഴപ്പമില്ലാത്തൊരു ഫോൺ എന്നൊക്കെ പറയാൻ പറ്റില്ല. വലിയൊരു ഡീൽ ഒന്നും പറയാൻ സാധിക്കില്ല. ഇതിന്റെ ലോഞ്ച് വരാൻ പോകുന്നത് ഏപ്രിൽ 2 തീയതിയാണ്. ആ ഡേറ്റ് കൺഫേംഡ് ആണ്. അടുത്തെന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യൻ കമ്പനി A+ന്റെ ഫോണാണ്. A+ Nova 2 Nova 2 Ultra എന്ന് പറയുന്നത്. ഇതിൽ Nova 2ന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ
6.75 ഇഞ്ചിന്റെ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു IPS LCD ആണ്. 50 MB മെയിൻ ക്യാമറയും 5 MB സെൽഫി ക്യാമറയും യൂണിസോക്കിന്റെ ഒരു പ്രൊസസ്സറാണ് ഈ സാധനത്തിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് വലിയ തോതിലൊന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. 6000 mAh ബാറ്ററിയും ഈ സാധനത്തിൽ കിട്ടുന്നതായിരിക്കും. ഇതിന്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് 10,000 രൂപയ്ക്ക് താഴെയാണ്. ആ പ്രൈസിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുഴപ്പമില്ലാത്ത ഓപ്ഷൻ ഈ സാധനം എന്ന് പറയുന്നത്. ഇതിന്റെ ലോഞ്ച് വരാൻ പോകുന്ന ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് വീക്ക് ഓഫ് ഏപ്രിൽ ആയിരിക്കും. ഇനി അൾട്രാന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിന്റെ സ്പെസിഫിക്കേഷൻസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഈ നോവ 2ന്റെ കൂടെ തന്നെ ഇറങ്ങുന്നതാണ് മിക്ക റൂമേഴ്സുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഫോൾഡബിൾ ഫോൺ വരുന്നുണ്ട്, നോവ ഫ്ലിപ്പ് എന്ന് പറഞ്ഞിട്ട്. ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ 6.9 ഇഞ്ചിന്റെ 140 ഹെർട്സ് റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന AMOLED ഡിസ്പ്ലേ ആയിരിക്കും. നിങ്ങളിത് തുറന്നിട്ടുണ്ടെങ്കിൽ കിട്ടുമെന്ന് പറഞ്ഞാൽ ഇതിന്റെ മടക്കിയാണ് വെക്കുന്നതെങ്കിൽ 1.32 ഇഞ്ചിന്റെ ഒരു ചെറിയ ഡിസ്പ്ലേ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. 50 MB മെയിൻ ക്യാമറയും 13 MB അൾട്രാ വൈഡും 16 MB ഫ്രണ്ട് ക്യാമറ ആയിരിക്കും സാധനത്ത് കിട്ടാൻ പോകുന്നത്. പ്രൊസസറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഡൈമൻസിറ്റിന്റെ 6300 ആയിരിക്കും. 4000 mAh ബാറ്ററിയും 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് സാധനത്ത് കിട്ടുന്നതായിരിക്കും. ഇതിന്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് 50,000 രൂപയ്ക്ക് താഴെയാണ്. എന്ത് കണ്ടിട്ടാണ് ഈ ഒരു സ്പെക്ക് വെച്ചിട്ട് ആ പ്രൈസ് റേഞ്ചിൽ കൊണ്ടുവരുന്നുള്ള കാര്യം എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിൽ ഫോൺ ഇറക്കുന്ന കമ്പനി ഇത്രയും എക്സ്പെൻസീവ് ആയ ഫോൺ ഇറക്കിയാൽ ആരെങ്കിലും മേടിക്കും എന്നുള്ള കാര്യം നല്ല കൺഫ്യൂഷൻ ഉണ്ട്. എന്തായാലും ഈ ഫോൺ ഏപ്രിൽ തന്നെ ലോഞ്ച് ചെയ്യുന്നതാണ് മിക്ക റൂമേഴ്സുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്താണ് മോട്ടോറോളയുടെ G67 എന്ന് പറയുന്നത്. ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ 6.78 ഇഞ്ചിന്റെ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന AMOLED ഡിസ്പ്ലേ ആണ്. 50 MB രണ്ട് ഡുവൽ റെയർ ക്യാമറയും 32 MB ഫ്രണ്ട് ക്യാമറയാണ് ഈ സാധനത്തിൽ വരാൻ പോകുന്നത്. ഡൈമൻസിറ്റിന്റെ 6300 പ്രൊസസർ ആയിരിക്കും. 5200 mAh ബാറ്ററിയും 30 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഈ സാധനത്ത് കിട്ടുന്നതായിരിക്കും. ഇതിന്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് 20,000 രൂപയ്ക്ക് താഴെയാണ്. ആ പ്രൈസ് റേഞ്ചിൽ കുഴപ്പമില്ലാത്തൊരു ഫോണാണ് ഇതെന്ന് പറയുന്നത്. ഇതിന്റെ ലോഞ്ച് വരാൻ പോകുന്ന സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് വീക്ക് ഓഫ് ഏപ്രിൽ ആയി. അവസാനത്തെ ഫോണാണ് വിവോ X300 FE എന്ന് പറയുന്നത്. ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ 6.31 ഇഞ്ചിന്റെ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന AMOLED ഡിസ്പ്ലേ ആണ്. 50 MB മെയിൻ ക്യാമറയും 8 MB അൾട്രാ വൈഡും 50 MB ടെലിഫോട്ടോയും 50 MB ഫ്രണ്ട് ക്യാമറ ഈ സാധനത്തിൽ വരാൻ പോകുന്നത്. സ്നാപ്ഡ്രാഗന്റെ 8 Gen 5 പ്രൊസസർ ആയിരിക്കും. 6500 mAh ബാറ്ററിയും 100 വാട്ടിന്റെ വയർഡ് ചാർജിങ്ങും 40 വാട്ടിന്റെ വയർലെസ് ചാർജിങ് ഈ സാധനത്തിൽ വരുന്നതായിരിക്കും. ഇതിന്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് 60,000 രൂപയ്ക്ക് താഴെയാണ്. ആ പ്രൈസ് റേഞ്ചിൽ കുഴപ്പമില്ലാത്തൊരു ഫോൺ എന്ന് പറയാൻ പറ്റും. വലിയ അടിപൊളിയായിരുന്നു നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഇതിൽ ലോഞ്ച് വരാൻ പോകുന്ന സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് വീക്ക് ഓഫ് ഏപ്രിൽ ആയിരിക്കും. ഇത് കൂടാതെ തന്നെ വിവോ X300 അൾട്രയും ഓപ്പോ ഫൈൻഡ് X9 അൾട്രയും അതുപോലെ തന്നെ X300S എന്ന് പറഞ്ഞ ഫോണുകൾ ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഈ സാധനം എന്താ ഈ മാസം ലോഞ്ച് ചെയ്യാൻ പോകുന്നില്ല. അതുപോലെ തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന കാര്യത്തിനും വലിയ കൺഫർമേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ മാസം ലോഞ്ച് ചെയ്യുന്ന ഫോണുകൾ എന്ന് പറഞ്ഞാൽ. ഇതിൽ ഏത് ഫോണിന് വേണ്ടിയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾ കമന്റിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.